അതായത് ശരിക്ക് ഖജനാവ് കാലിയായിരിക്കുന്നു, സമസ്ത മേഖലകളിലും ഇല്ലായ്മ. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരിട്ടോണിയൽ അനാലിസിസിനുള്ള ഫ്ലൂയിഡ് കൊടുക്കാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് 800 രോഗികളാണ് മരണക്കിടക്കയിൽ കൈകാലിട്ടടിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ ചികിത്സയ്ക്ക് പോലും അതായത് പീഡിയാട്രിക് വിഭാഗത്തിന് പോലും മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല. സപ്ലൈകോ, സിവിൽ സപ്ലൈസ്, അതായത് അതിദരിദ്രർ ആഹാരം കഴിക്കുന്നതും മരിക്കാതിരിക്കുന്നതും സിവിൽ സപ്ലൈസിലൂടെ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന 13 തരം പ്രധാനപ്പെട്ട അതായത് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കയറ്റം ഇല്ലാതെ നൽകും എന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ വിലക്കയറ്റം എവിടെ എത്തി നിൽക്കുകയാണ്? ഉപഭോക്തൃ വിലകൾ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും അവസാനവട്ട മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ വിലയിരുത്തലനുസരിച്ച് ഉപഭോക്തൃ വില 5.69% എത്തിയിരിക്കുകയാണ്. അത് ഒരു ബാൻഡ്, അതായത് 4%-നും 6%-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞാണ് കോവിഡ് തുടങ്ങിയ കാലം മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റിയും ചേർന്ന് തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുന്നത്. അതിപ്പോൾ 4%-ൻ്റെ അടുത്ത് 5%-ൽ താഴെയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. പക്ഷേ അതിപ്പോൾ വീണ്ടും 5.69% എത്തി നിൽക്കുന്നു. എന്ന് വെച്ചാൽ അതിർ വരമ്പ് അതിർ പരിധി വിടാൻ പോകുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് കേരളത്തിലെ തന്നെ ആ വിലയിലെത്തിയപ്പോഴേക്കും ഈ ഉപഭോക്തൃ വില നിലവാരം അത്രയും ഉയർന്നപ്പോഴേക്കും കേരളത്തിലെ സ്ഥിതി നോക്കാം. ഭക്ഷ്യ അരിക്ക് വില ഒരു 30% മുതൽ 100% വരെ വർധനവാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാം കേൾക്കുന്ന ഒന്ന്, സിവിൽ സപ്ലൈസ് അടച്ചു പൂട്ടാൻ പോകുന്നു എന്ന് സിവിൽ സപ്ലൈസ് തന്നെ പറയുകയാണ്. ഈ തരത്തിൽ ഗവൺമെൻറ് തരാനുള്ള കടം തന്നു തീർക്കുന്നില്ലെങ്കിൽ, കുടിശ്ശിക തന്നു തീർക്കുന്നില്ലെങ്കിൽ സിവിൽ സപ്ലൈസ് അടച്ചിടുകയാണ്. കാരണം അവിടെ ചെല്ലുന്നവർക്കൊന്നും 13 ഇനമാകട്ടെ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല ന്യായവിലയ്ക്ക്. അങ്ങനെ അടച്ചിടാൻ പോകുന്നു എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. റേഷൻ നടത്തുന്നവർ റേഷൻ വിതരണം നിർത്തുമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അവർ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും നടത്തിയ കാലത്ത് അവർക്ക് കിട്ടേണ്ടിയിരുന്ന 40 കോടിയിലധികം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ എവിടെ നോക്കിയാൽ നെൽകർഷകർ, അതായത് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ ഉണ്ട് എന്തുമാത്രം കുടിശ്ശികയാണ്. കുടിശ്ശിക കിട്ടാത്തതിൻ്റെ കാരണവുമുണ്ട്. 2017-18 മുതൽ 23-24 വരെ നെല്ല് സംഭരിച്ചതിൻ്റെ പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല? കിട്ടാത്തതിൻ്റെ കാരണം, അതായത് ഇത് നെല്ല് സംഭരിച്ച് അത് കുത്തി അരിയാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ള ചെലവുകൾ എല്ലാം കണക്ക് കൃത്യമായി കാണിച്ച് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. ആ തയ്യാറാക്കിയ റിപ്പോർട്ട് CAG അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ച് അത് കേന്ദ്രത്തിലെത്തിയാൽ മാത്രമേ ആ പണം കിട്ടുകയുള്ളൂ. കാരണം ഏത് പണം കിട്ടിയാലും അത് വകമാറ്റി ചെലവഴിക്കുന്ന സ്വഭാവമുണ്ട് കേരള സർക്കാരിന്. അപ്പോൾ കേരള സർക്കാർ പോലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പണം കൊടുക്കാം എന്ന് വന്നാൽ പല സർക്കാരുകളും ഇതുപോലെ ഫണ്ട് മിസ്യൂസ് ചെയ്തേക്കാം, വകമാറ്റി ചെലവഴിച്ചേക്കാം. അതുകൊണ്ടാണ് കേന്ദ്രം കർശനമായിട്ടും വകമാറ്റാൻ പാടില്ല, വകമാറ്റിയാൽ ബാക്കി ഫണ്ട് തരില്ല എന്ന നിലപാടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ മാത്രം കുറ്റം കൊണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം കുറ്റം കൊണ്ടാണ് കേന്ദ്രം പിടിച്ചു വയ്ക്കുന്ന പല ഫണ്ടുകളും നമുക്ക് കിട്ടാതെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിരിക്കുകയാണ്, അടിയന്തരമായി 12,000 കോടിയെങ്കിലും കടമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയണം ബജറ്റിന് മുൻപ്. അതല്ലെന്നുണ്ടെങ്കിൽ ബജറ്റുമായിട്ട് സർക്കാരുമായിട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി കൈമലർത്തി. അത് ഞങ്ങളൊന്നും ചെയ്യാനില്ല, മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തതുപോലെ പ്രതിസന്ധി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് കേന്ദ്ര അറ്റോർണി ജനറൽ ചോദിച്ചത്. അപ്പോൾ ആ സാഹചര്യത്തിൽ, അതായത് അത്ര ഗുരുതരമായ ധനപ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? അതായത് കേരളീയം എന്ന മാമാങ്കം നടത്തിയതിൻ്റെ പേരിൽ, ഓർമ്മിക്കണം, കേരളീയം നടത്തിയത് സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് കുടുംബശ്രീക്കാരോടൊക്കെ വരിക്കാരായി വന്നു നിന്ന് വീക്ഷിക്കാൻ പറഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെയും അതിൻ്റെ ഓഡിയൻസാക്കി, അങ്ങനെ അതായത് ഭരണമില്ലാത്ത ദിവസങ്ങളായിരുന്നു കേരളീയം നടന്ന ദിവസങ്ങൾ. അങ്ങനെ നടത്തിയ കേരളീയത്തിന് അന്ന് 27 കോടി അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതാ വീണ്ടും 10 കോടി അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ
അതെഴുതിയാണ് ആത്മഹത്യ ചെയ്തത്. പാഡി റെസീറ്റ് ഷീറ്റ് എൻ്റെ കുരുക്കായി സംസ്ഥാന ഗവൺമെൻറ് എനിക്ക് തന്ന കൊലക്കയറാണ് എന്ന് പറഞ്ഞാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത്. അതുപോലെ എത്രയെത്ര ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം സാഹചര്യത്തിലാണ് ആ അതിദരിദ്രരെ പോലും പരിഗണിക്കാതെ, അവരുടെ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ 27 കോടി ഓൾറെഡി ചിലവാക്കി. അത് അത്രയാണ് ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ, നമുക്കറിയാം. അതിനേക്കാളൊക്കെ ബഹുശതം കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് കേരളീയത്തിന്. എങ്ങനെയാണ് നമ്മളത് അനുമാനിക്കുന്നത്? സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത് സ്പോൺസർഷിപ്പ് വഴി പണം സംഭരിച്ചാണ് കേരളീയം നടത്തിയത്. എന്നിട്ട് അവസാന ദിവസം കേരളീയം പര്യവസാനിക്കുന്ന ദിവസം നാം കണ്ടതാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ആരായിരുന്നു? കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചീഫ്. അദ്ദേഹത്തിന് ഒരു അവാർഡ് വരെ കൊടുത്താണ് കേരളീയം സമാപിക്കുന്നത്. അപ്പോൾ അത് നൽകുന്ന സൂചന കേരളത്തിലെ സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം. എന്താണ് സ്പോൺസർഷിപ്പ് കൊടുക്കുമ്പോൾ സ്പോൺസർ ചെയ്യുന്നയാൾ കോടികളുടെ സ്പോൺസർഷിപ്പ് എടുക്കുന്നു. അതോടുകൂടി അയാൾക്ക് കൊടുക്കുന്ന ഒരു പറയാതെ പറയുന്ന ഒരു വാഗ്ദാനം എന്താണത്? നീ നികുതി അടയ്ക്കേണ്ട, അല്ലെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം, അതായത് സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതിയേതര വരുമാനം. ഒരു ക്വാറിക്കാരാണെങ്കിൽ വലിയ തരത്തിൽ ക്വാറി സ്പോൺസർഷിപ്പ് എടുക്കും. ക്വാറിക്കാരനാണെങ്കിൽ നീ ഇഷ്ടംപോലെ കല്ല് വെട്ടി ഇറക്കിക്കൊണ്ട് പോക്കോ, നിയമമൊന്നും നോക്കണ്ട, ഒരു പൈസയും ആരും നിയമം നടപ്പിലാക്കാൻ വരില്ല എന്നായിരിക്കും അവനോട് പറയുക. അപ്പോൾ നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിലും നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾ കണ്ണടച്ചു കൊള്ളാം, സ്പോൺസർഷിപ്പ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ശതകോടികൾ പിരിച്ചെടുത്ത ഒരു ഗവൺമെൻറ്. അതുകൂടാതെ ബജറ്റ് വഴിയായിട്ട് തന്നെ 27 കോടി രൂപ കേരളീയത്തിന് വകയിരുത്തിയ ഒരു ഗവൺമെൻറ് ഇപ്പോൾ വീണ്ടും 10 കോടി കൂടി കൊടുത്തിരിക്കുന്നു. അങ്ങനെ 10 കോടി കൂടി കൊടുത്തിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ കേരളീയം മാമാങ്കമൊക്കെ നടക്കുന്ന സമയത്താണ്, അതിന് ശേഷമാണ് CAGയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ CAGയുടെ റിപ്പോർട്ടിൽ CAG എന്താ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റിന് 2022-23 വർഷം പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക, നികുതിയായിട്ടും നികുതിയേതര വരുമാനമായിട്ടും പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക 28,258.39 കോടി വരും. ഇത് സംസ്ഥാനം പ്രതീക്ഷിച്ച വരുമാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 24.23% വരും എന്ന് CAG ഉറപ്പിച്ചത്, CAG ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ എന്താണ് പറയുന്നത്? ഓഡിറ്റിംഗ് നടത്തുന്നത്, അതായത് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്, സർക്കാർ സർവീസിനകത്തെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓഡിറ്റിംഗ്, ഇതൊന്നും നടത്തുന്നത് സർക്കാരിന് ഇഷ്ടമല്ല. സർക്കാർ തന്നെ തടസ്സപ്പെടുത്തുന്നു. അതിന് അവരോധിക്കപ്പെട്ടിട്ടുള്ള ഓഡിറ്റേഴ്സ് തന്നെ, ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതായത് സർക്കാരിന് ഇഷ്ടമല്ല ഓഡിറ്റിങ്ങിന് എന്തുകൊണ്ടാണ് സർക്കാരിന് ഓഡിറ്റിങ്ങിന് ചെല്ലുന്നത് ഇഷ്ടമല്ലാത്തത്? വിവിധ വകുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടേക്കൊക്കെ കൊടുക്കേണ്ടിയിരുന്ന ഫണ്ട് കൊടുക്കാതെ വകമാറ്റി ചെലവഴിച്ച് ഈ കേരളീയവും നവകേരള സദസ്സും പോലെയുള്ള മാമാങ്കങ്ങൾ നടത്തിയിരിക്കുന്നു. അത് പുറത്തു വരരുത്. ഓഡിറ്റേഴ്സ് പോയി ഓഡിറ്റ് ചെയ്താൽ ഇത്തരം തെറ്റുകളെല്ലാം പുറത്തു വരും. അപ്പോൾ അത് പുറത്തു വരാതിരിക്കാനാണ് ഓഡിറ്റിംഗ് പോലും പ്രതിരോധിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുന്നേറുന്നത്. അത്തരം സാഹചര്യത്തിലാണ് വീണ്ടും ഒരു 10 കോടി കൂടി കേരളീയത്തിൻ്റെ ചെലവിലേക്ക് വേണ്ടി ടൂറിസം വകുപ്പിനും മറ്റു വകുപ്പുകൾക്കുമൊക്കെ, ഇനി മറ്റു വകുപ്പുകൾക്കും വരും, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വിവരാവകാശ ഈ സ്പോൺസർഷിപ്പ് എടുത്ത ഫണ്ടൊക്കെ എവിടെയാണ് പോയത്? അന്ന് തന്നെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. സ്പോൺസർഷിപ്പ് എടുത്ത ഫണ്ട് PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന്, അല്ലാണ്ട് ഖജനാവിലേക്കല്ല. അപ്പോൾ PRDയുടെ വകുപ്പിൽ നിന്ന് അത് എത്തേണ്ട മാളങ്ങളിൽ എത്തിയിട്ടുണ്ടാകും, ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടാകും, അഥവാ ചെലവഴിക്കാതെ തന്നെ ചെല്ലേണ്ട പോക്കറ്റുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇനി ഇതുപോലെ ചെല്ലേണ്ട മാളങ്ങളിലേക്ക് തന്നെ വീണ്ടും പണം ചെല്ലാനുള്ള മാർഗങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വിവരാവകാശ രേഖ അനുസരിച്ച് ഈ കേരളീയത്തിൽ സ്പോൺസർഷിപ്പ് വഴി എത്ര രൂപ പിരിഞ്ഞു കിട്ടി, അതുപോലെ തന്നെ കേരളീയത്തിന് എത്ര രൂപ ചെലവാക്കി, ഇത്തരം ചോദ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുന്നവരോട് പോലും കൈമലർത്തുന്ന ഗവൺമെൻറ്റാണ് വീണ്ടും വീണ്ടും വിവരാവകാശത്തിന് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് ആൾക്കാർ നിത്യദരിദ്രരായിട്ടുള്ള
അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇല്ല 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 എന്ന് പുരപ്പുറത്ത് കയറി നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീതി ആയോഗും പലപ്പോഴും വലിയ പ്രസ്താവനകൾ കേരളത്തെപ്പറ്റി ഇങ്ങനെയുള്ള പല ഇൻഡെക്സിലും കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതൊന്നും ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ പൊങ്ങച്ചം പറയേണ്ട കാര്യമില്ല. അതൊക്കെ നേരത്തെ നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞതാണ്. ഇപ്പം നമ്മൾ ആ നേടിയെടുത്ത നേട്ടങ്ങളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കാതെ ഞങ്ങൾ അങ്ങേയറ്റത്ത് നിൽക്കുന്നു എന്ന് പഠിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല. തന്നെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങൾക്ക് വേണ്ടി അവരോട് ചെയ്ത ഇലക്ഷൻ വാഗ്ദാനങ്ങൾ 1000 വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വാഗ്ദാനം പോലും വേണ്ട രീതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അതായത് 13 നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് നൽകും എന്ന് പറഞ്ഞ് അതിൽ പോലും വെള്ളം ചേർത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ് 1000 വാഗ്ദാനങ്ങളും പാലിച്ചു എന്നൊക്കെ പറയുന്ന ആ വാദത്തിന് കടക്കൽ കത്തിവെക്കാൻ ജനങ്ങൾ കത്തിയുമായി വരുന്നുണ്ട്. ഏത് കത്തിയാണെന്നറിയാമോ? വോട്ട് എന്ന് പറയുന്ന ഏറ്റവും ശക്തിയുള്ള, ലോകത്തെ ഏറ്റവും ശക്തിയുള്ള കത്തിയാണ് ഒരു വോട്ടിംഗ് പവർ, വോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജനം മുന്നേറുന്നു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.